അങ്ങനെ നിന്ന് അപ്പൊ അങ്ങനെ നിന്ന് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഹാർട്ടിന്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറയും, കഴിഞ്ഞ ദിവസം ഞാൻ വനിതാ ദിനത്തില് ഒരു ഫംഗ്ഷൻ എങ്ങനെയൊക്കെ ഇനി ഉറങ്ങിയിട്ട് മഞ്ജു പത്രോസ് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു നടിയാണ്. മഞ്ജു പത്രോസ് എന്ന വ്യക്തി ഒരു കല്യാണം കഴിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ അവര് ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ കല്യാണം കഴിച്ചതോടെ അവരുടെ ജീവിതം പടുകുഴിയിലോട്ട് വീണ ഒരു അവസ്ഥയായിരുന്നു. അവിടെ നിന്നാണ് അവർ ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫെയിമിലോട്ട് എത്തിയത്. ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. നമ്മളെ വീട്ടിൽ പെണ്ണുങ്ങളെ ഇരിക്കാം. എനിക്ക് ഇപ്പോഴാണ് ആ വീട്ടിൽ കോളിംഗ് ഭയങ്കര ബെല്ല് കേൾക്കുമ്പോൾ പേടിക്കുക. കാരണം എന്താണെന്നറിയോ? മഞ്ജു പത്രോസ് കല്യാണം കഴിച്ച വ്യക്തി വേടിക്കാത്ത കടങ്ങളില്ല. കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ മഞ്ജുവിന്റെ കയ്യിലുണ്ടായിരുന്ന 21 പവൻ സ്വർണം വാങ്ങിച്ചുകൊണ്ട് പോയി കടം വീട്ടിയ ഒരു മഹാനെയാണ് മഞ്ജു പത്രോസ് കല്യാണം കഴിച്ചത്. ആ കല്യാണം നടത്തിയതിന്റെ ചെലവ് വരെ ഇയാള് വീട്ടിയത് ഈ സ്വർണം വെച്ചിട്ടാണ്. ഊളിപ്പ് വേണം കുറച്ചെങ്കിലും. കല്യാണം കഴിക്കാൻ സ്വന്തം ചെലവില് കല്യാണം കഴിക്കാതെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭാര്യ കൊണ്ടുവരുന്ന വെച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ചെലവ് വീട്ടാൻ വേണ്ടിയിട്ട് കാണിച്ച മനസ്സുണ്ടല്ലോ, വല്ലാത്ത മനസ്സാ. എന്നിട്ട് ഇപ്പൊ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ ഇതിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. അവിടെ അങ്ങ് പുണ്യാളനായിക്കൊണ്ടിരിക്കുകയല്ലേ. ഭാര്യ കൊണ്ട് വരുന്നതും വിചാരിച്ചിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കുന്നവന്മാരോട് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. നിനക്കൊക്കെ നട്ടലുണ്ടെങ്കിൽ നീയൊക്കെ അധ്വാനിച്ചിട്ട് കൊണ്ട് കല്യാണം കഴിക്കണം. അല്ലാണ്ട് ഭാര്യ കൊണ്ടുവരുന്നതിനെ നോക്കിയിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്റെ താടിയെല്ലാം ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. തൽക്കാലത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കൂടുതൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. തീർച്ചയായും. അപ്പം നമ്മൾ പറയും ജീവിതത്തിന് എല്ലാ തരം വേണം, അപ്സ് ആൻഡ് ഡൗൺസ് വേണം, നമുക്ക് എല്ലാ തരം സുഖ ദുഃഖങ്ങളൊക്കെ വരണം, സന്തോഷം മാത്രമാണ് ജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. മഞ്ജു ചേച്ചിയുടെ ഒരു പിഒവില് എങ്ങനെയാ ജീവിതം എല്ലാം കൂടി വരുന്നതാണോ ജീവിതമായിട്ട് വിളിക്കാൻ? എല്ലാം കൂടിയൊക്കെ വരും, പക്ഷെ ഇത്രയും അപ്പ് ആൻഡ് ഡൗൺസ് വല്ലാത്ത ഇറക്കമാണ്. വല്ലാത്ത ഇറക്കമാണ്. അവിടെ നിന്ന് പോരാനായിട്ട് എന്താ പറയാ, ഇത്ര ഇറക്കം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും പോയിന്റിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ? എത്ര വട്ടം അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ല. അത് ശരിക്കും ഇപ്പൊ കിട്ടുന്ന നമ്മുടെ പ്രൊഫഷനിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണോ അതല്ലെങ്കിൽ റിയൽ ലൈഫില് ഇൻഡസ്ട്രിയിലൊന്നും എനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലേ. ഇൻഡസ്ട്രിയിലൊക്കെ അതാ ഞാൻ പറയാൻ ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേസിൽ നിന്ന് എനിക്ക് തോന്നുന്ന മാസത്തിൽ 4-5 ദിവസമാണ് ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത്രയും ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ കാരുണ്യം. അയ്യോ, അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് ഓർക്കാൻ ഇഷ്ടമല്ല, അത് ഓർക്കാതെ മറന്നുപോയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓർക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ജീവിതത്തില് നമ്മൾ അനുഭവിച്ച സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വീണ്ടും ഓർമ്മകളിലോട്ട് പോലും കൊണ്ടുവരാൻ ഒരു താല്പര്യമില്ലാതെ കുറെ കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പോസിറ്റീവ് മൈൻഡ് കൂടെ ഇല്ലാണ്ടാവും. കല്യാണം കഴിഞ്ഞ് ആ കടവും ബാധ്യതയും മൊത്തം ഈ ഒരു വ്യക്തിയുടെ, അതായത് മഞ്ജുവിന്റെ തലയിലോട്ട് വെച്ചു കൊടുത്തിട്ട് അങ്ങേര് ഗൾഫിലോട്ട് അങ്ങ് പോയി. പിന്നീടുള്ള ആ കടങ്ങളൊക്കെ വീട്ടിയത് മഞ്ജു ഒറ്റയ്ക്കാണ്. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കടങ്ങൾ മൊത്തം എല്ലാ സ്ഥലത്തു നിന്നും മേടിച്ചങ്ങ് കൂട്ടും. എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ആ ഭാര്യയുടെ സ്വർണം, ഭാര്യ പണിയെടുത്തുകൊണ്ട് വരുന്നുള്ള പൈസ, ഭാര്യ വീട്ടുകാരിൽ നിന്ന് കിട്ടാനുള്ളത് മാക്സിമം മേടിക്കുക. എന്നിട്ട് ആ കടങ്ങൾ അങ്ങ് വീട്ടുക. ഭാര്യ എന്താ മെഷീനോ? അതോ നിങ്ങൾ ഉണ്ടാക്കുന്ന കടം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം വല്ലതുമാണോ? പണിയെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ കടം മേടിക്കാൻ നിൽക്കരുത്. വീട്ടാൻ പറ്റത്തില്ലെങ്കിൽ കടം മേടിക്കരുത്. അഥവാ മേടിച്ചിട്ടുണ്ടെങ്കിൽ സ്വയം പണിയെടുത്ത് അതങ്ങ് വീട്ടുക. അതൊന്നും ചെയ്യാതെ എല്ലാം കൂടെ ഭാര്യയുടെ തലയിലും ഭാര്യയുടെ വീട്ടുകാരുടെ തലയിലും ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മുങ്ങുക. അപ്പൊ എല്ലാവരും പറയും, കഴിഞ്ഞ ദിവസം ഞാൻ വനിതാ ദിനത്തില്
ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ ഒരാൾ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഇവരെ അത്ര ഈസി ഒന്നുമല്ല. ഒരു ഘട്ടത്തിനെ ഇവര് പറയാം, രാവിലെ എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് പറ നീ സൂപ്പറാണ്, എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓ മോളെ ലവ് യു ബെസ്റ്റ് എന്നൊക്കെ പറ. ഇത് പറയാനേ പറ്റുള്ളൂ. ഇത് എന്റെ പൊന്നെ, ഇപ്പൊ പിറ്റേ ദിവസം വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഒരാൾക്ക് കണ്ണാടിന് മുമ്പിൽ പോയിട്ട് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് പറയണം നമ്മള് വാടകക്കാരന്റെ മുഖം ഓർമ്മ വരും. അത് കഴിഞ്ഞിട്ട് പറയാണ് ഒരു പെൻസില് ഷാർപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പൊ പാവപ്പെട്ട അമ്മമാരൊക്കെ എന്ന് പറയണ നന്നായിട്ട് എഴുതാൻ പറ്റും. ഇതുപോലെയാണോ നിങ്ങൾ? ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ ഷാർപ്പൺ ചെയ്യണം. ഒരു മരത്തടീനെ ഷാർപ്പൺ ചെയ്യുന്ന പോലെയാണോ മനസ്സും വിവേകവും ചിന്തയും വേദനയുള്ള ശരീരത്തിന് ഷാർപ്പൺ ചെയ്യുന്നത്? ഇല്ലാതാണ്. അപ്പോ അത്തരം പൊള്ള വാക്കുകളുടെ ഒരു പ്രസക്തിയില്ല. ഈ നമ്മൾ ഇതിനകത്ത് പോകുമ്പോ ഇൻസ്റ്റാ റീലിൽ പോകുമ്പോ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്ന കുറെ മനുഷ്യരെ അവിടെ കാണാറുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ശുദ്ധ മണ്ടത്തരം പറയുന്നത്. ഇതൊന്നും ജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ല. ജീവിതത്തിൽ അങ്ങനെയുള്ള ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്ത്, രണ്ട് മനുഷ്യരൊക്കെ വേണം. സത്യം. നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മളെ താങ്ങാൻ വേണ്ടിട്ട് ഒരാളാ വേണ്ടത്. അല്ലാണ്ട് നമ്മളൊരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോ നമ്മൾ അവിടെ നിന്ന് പടുകുഴിയിലോട്ട് തള്ളിയിട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികളല്ല വേണ്ടത്. പിന്നെ മോട്ടിവേഷനൊക്കെ കൊടുക്കാം, പക്ഷേ അവരെ ഉള്ളിൽ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ മനസ്സിലാവൂ. നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. നാളെ ഒരു 5000 രൂപ ഇന്ന് അത്യാവശ്യമായിട്ടോ ഹോസ്പിറ്റൽ ബില്ലോ എന്തേലുമൊക്കെ കൊടുക്കാൻ വേണം. ആ സമയത്ത് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് യു ആർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹോസ്പിറ്റൽ ബില്ല് ഈ യു ആർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയത്തില്ല തനിയെ. അതിന് നമ്മൾ തന്നെ കഷ്ടപ്പെടണം. നമുക്ക് താങ്ങായിട്ട് ആ സമയത്ത് ചോദിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഹെൽപ്പായിട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നതല്ല. ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റിയത് എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പുള്ളി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനുശേഷം നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ. തീർച്ചയായും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണ്ടേ? അല്ലാതെ ഒരാളെ കണ്ടിട്ട് എന്നെ വിളിക്കണം എന്ന് ഇല്ലല്ലോ. എന്നെ വിളിച്ചാൽ അഭിനയിക്കും എന്നുള്ളവരല്ലേ എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുള്ളൂ. അപ്പൊ വഴി തുറന്നു തന്നത് ഇതേപോലെ അദ്ദേഹവും കൂടി ആയിരിക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ വർക്കിനൊക്കെ പോവാൻ സാധിച്ചത്. അപ്പൊ പുള്ളീനെ അടുത്ത് മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഓഫ്കോഴ്സ് പുള്ളി സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് സമ്മതിച്ചില്ല എങ്കിൽ വേറെ എന്ത് വഴി. ഇപ്പൊ രമ്യയോട് ഞാൻ പറയുന്നു, രമ്യ പോവണ്ട, ഈ വർക്കിന് പോവണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രമ്യക്ക് ജീവിക്കാനുള്ള മറ്റൊരു വഴി തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ തരണം. അതെ അല്ലേ? അതല്ലാത്ത പക്ഷം എനിക്കത് പറയാനുള്ള അധികാരമില്ല. അപ്പൊ അത് എല്ലാവരുടെയും നീഡായിരുന്നു. ഞാൻ വർക്കിന് പോവുക എന്നുള്ളത് എന്റെ ഫാമിലിയുടെ നീഡായിരുന്നു. അത് ഒരാളോട് ചെയ്ത ഔദാര്യമൊന്നും ആയിരുന്നില്ല. ഇയാൾക്കൊരു ജോലി വേണം എന്നുള്ളത് ഈ കെട്ടിയ വ്യക്തിയുടെ ഒരു അത്യാവശ്യ കാര്യമായിരുന്നു. കാരണം എന്താണെന്നറിയോ? മഞ്ജു പത്രോസിന് ജോലി ഉണ്ടെങ്കിലേ ഇയാൾ ഉണ്ടാക്കി വെച്ച കടം വീട്ടാൻ പറ്റത്തുള്ളൂ. ആ കടം വീട്ടണമെങ്കിൽ ഏതേലൊക്കെ ഒരു ഫീൽഡിലോട്ട് ഏതേലൊക്കെ ഒരു ജോലിയിലോട്ട് കയറ്റി വിടണം. അതേ അയാൾ ചെയ്തിട്ടുള്ളൂ. അത് ഔദാര്യം പോയിട്ട് എന്താ പറയാ, സഹായമായിട്ട് പോലും കാണാൻ പറ്റത്തില്ല. ആക്ച്വലി ഞാൻ ദുബായിലായിരുന്നു. ഞാൻ എക്കോസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഒരു ടീമുണ്ട് എനിക്ക്. അപ്പൊ അത് ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്ത് 2017 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു 2 വർഷം കഴിയുമ്പോൾ പ്രളയം വന്നു. അപ്പം നമ്മൾ പുതിയതായിട്ട് ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളത്. അപ്പം നമുക്കൊക്കെ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിൽ ഷാർജയിലുള്ള നമ്മുടെ ഒരു കസിനും ഫ്രണ്ടുമായ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റ് വിസയ്ക്ക് ഞാനിങ്ങനെ കയറി പോയതാ. നാട്ടിലായിരുന്നു എക്കോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? നാട്ടിലായിരുന്നു. അത് 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓണത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ അപ്പം നമുക്ക് പ്രോഗ്രാം ഇല്ലതായി. അപ്പം മെയിൻ ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കൊക്കെ പരിപാടിയായപ്പോൾ ഞാൻ ആകെ ടെൻഷനായിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓഫർ അവിടെ നിന്ന് വന്നത്. അപ്പോൾ അവിടെ ഏതോ കമ്പോസറുകാരൻ എൻ്റെ ഇല്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പരിപാടിക്ക് വായിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. നമുക്കറിയാവുന്ന കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, സാൻഡി പിന്നില്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നിന്ന്. അങ്ങനെയാണോ ദുബായിക്ക് പോകുന്നത്? അങ്ങനെ പോകുന്നത്. അപ്പൊ അങ്ങനെ പോയി അവിടെ പോയി നിന്ന് ഒരു 3 മാസം, അവിടെ 3 മാസം വിസിറ്റിംഗ് വിസ. അപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നമുക്ക് പരിപാടിയൊക്കെ ആയി. അപ്പൊ അവിടെ നല്ലൊരു കളവായി. നല്ല ഈവന്റിന്റെ പരിപാടിക്കൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നുപോയി. അവിടെ എന്തായിരുന്നു ജോലി? ഇത് തന്നെയായിരുന്നു മ്യൂസിക് ഫീൽഡ് കമ്പോസർ വായിക്കുന്നത്. ഞാനതും
പാറ്റേൺ വായിക്കുന്നുണ്ട്, റിതം പ്രോഗ്രാമറാണ്. അങ്ങനെ അവിടെ നിന്ന് വെള്ളപ്പൊക്കം വന്നപ്പോ വർക്ക് ഇല്ലാതായി. വർക്ക് വീട്ടിലിരിക്കുന്ന നിങ്ങക്ക് ആ മോനെ ഇതേ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടു തരത്തില്ല. നമ്മളെ ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. അല്ലാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആരും കൊണ്ടുതരും എന്ന് വിചാരിക്കരുത്. കൊണ്ടു തരത്തില്ല. ഇരുന്ന് പണ്ടാരടങ്ങി പോവത്തേ ഉള്ളൂ. പിന്നെ വെള്ളപ്പൊക്കൊക്കെ 6-7 മാസം ഉണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ. അപ്പൊ അങ്ങനെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഹാർട്ടിന്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തിരിച്ചു വന്നു, നാട്ടിൽ വന്നു. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഒരു 1.5 വർഷത്തോളമായി. അപ്പൊ ഒരു വീണ്ടും നമ്മൾ എക്കോസ് ഒന്ന് പുതുക്കി തീരുമാനിച്ചു. വേറൊരു കുപ്പിലോട്ട് ഒഴിച്ച് നമ്മളുടെ പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കി. അപ്പൊ എത്ര നാളുണ്ടായിരുന്നു ദുബായില്? ദുബായിൽ ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്ലോക്ക് വന്നപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. ഫസ്റ്റില് അവിടേക്ക് വരുമായിരുന്നു നാട്ടില്. അപ്പം അപ്പോഴൊക്കെ എന്റെ മനസ്സിലാണ് നമ്മുടെ ഒരു ഈ കോഴ്സ് തുടങ്ങുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടില് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ചു നിന്ന സമയത്തൊക്കെയാണ് അങ്ങനെ ഒരു പ്രോഗ്രാം പൊട്ടിച്ചപ്പോഴാണെങ്കിൽ പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന്. അപ്പം ഞാൻ ഡോക്ടറെ കണ്ടു, സംസാരിച്ചു. അപ്പം ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെന്റിലാണ് ഞാൻ ആക്ച്വലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയപ്രകാശ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പൊ തിരിച്ച് ദുബായിക്ക് പോയില്ലാന്ന് തീരുമാനിച്ചോ? ഉടനെ പോകാനുള്ളൊരു മൂഡിലല്ല ഇപ്പം. കാര്യം നമ്മുടെ ഹെൽത്ത് ഒക്കെ പ്രശ്നമാവുമല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ബാച്ചിലായിട്ടുള്ള ജീവിതമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ കറക്റ്റ് മരുന്ന് കഴിച്ച് കറക്റ്റ് പോകണം. അപ്പൊ ചോദിക്കാനുള്ള ചോദ്യം അതായിരുന്നു, എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇത്ര ചിരിക്കാൻ മാത്രം എന്താണ് അതിന്റെ അകത്ത് കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവര് വല്ല തമാശയും ചോദിച്ചോ? അല്ല, ചിരിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ തമാശ ചോദിച്ച പോലെയാണ് ചിരി. ഇപ്പം രണ്ടുപേരും രണ്ടായിട്ടാണെന്ന് തോന്നുന്നു താമസം. അങ്ങനെ തന്നെ നിന്നാ മതി. കാരണം എന്താണെന്നറിയോ, ഇനി ഇയാൾ എന്തെങ്കിലും ഒപ്പിച്ചു കഴിഞ്ഞാൽ അതും മഞ്ജുവിന്റെ തലയിലോട്ട് തന്നെ വരും. അതിനേക്കാളും ഭേദം ഇപ്പൊ എങ്ങനെയാണോ സമാധാനത്തോടെ പോകുന്നത് അങ്ങനെ അങ്ങ് പോവുക. ഇതുപോലെ ഒരു പടുകുഴിയിലോട്ട് തള്ളിയിട്ടിട്ട് മുങ്ങിയ ആൾക്കാരുടെ കൂടെ ജീവിക്കാതിരിക്കുക. ഒരു സാഹചര്യം വരുമ്പോൾ വീണ്ടും തള്ളിയിട്ടിട്ട് കളഞ്ഞിട്ട് പോകും. അത്രേ പറയാനുള്ളൂ. ശരി എന്നാ.